സൂര്യന്റെ ചൂട് എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യർ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 15 കോടി കിലോമീറ്റർ അപ്പുറത്താ സൂര്യൻ നിൽക്കുന്നത്. അവിടെ നിന്നുണ്ടാകുന്ന ഈ സൂര്യന്റെ താപമാണ് നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയാതെ നമ്മൾ കഷ്ടപ്പെടുന്നത്. എന്നാൽ ഈ സൂര്യന്റെ അനുഗ്രഹമോ, അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള ഈ സൂര്യന്റെ അനുഗ്രഹങ്ങൾ ഭൂമിയിൽ ഇല്ലെങ്കിൽ മനുഷ്യനെന്നല്ല ഒരു ജീവി പോലും, ഏകദേശം ലക്ഷക്കണക്കിന് ജീവികളെ അല്ലെങ്കിൽ 3 ലക്ഷം 4 ലക്ഷം ജീവികളെ ലോകത്തിൽ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ജീവിക്ക് പോലും ദുനിയാവിൽ ജീവിക്കാൻ കഴിയൂല സൂര്യനില്ലെങ്കിൽ എന്നുള്ളതാണ്. കാരണം മനുഷ്യന്റെ ഭക്ഷ്യശൃംഖല ആരംഭിക്കുന്നത് സസ്യത്തിൽ നിന്നാണ്. ഏത് ജീവിയാവട്ടെ, സസ്യങ്ങളില്ലാതെ ജീവനില്ല. നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണം, എന്നാൽ നമുക്കൊരു സംശയം, നമുക്ക് മാംസബുക്ക് മാത്രമായ ജീവികളോ, ആ മാംസബുക്ക് മാത്രമായിട്ടുള്ള ജീവികളെ, ആ ജീവികൾക്ക് വേണം ഭക്ഷണം. ഇലകളിൽ നിന്നാണ്, കായ്കനികളിൽ നിന്നാണ്, സസ്യങ്ങളിൽ നിന്നാണ് ഇത്തരം ജീവൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഒരു സസ്യത്തിനെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ പ്രകാശം ലഭിക്കാതിരുന്നാൽ അതിൽ നടക്കുന്ന ഒരു പ്രക്രിയകളും നടക്കില്ല. ഗ്ലൂക്കോസ് ഉൽപാദനം പോലത്തെ കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്തിട്ട് ഓക്സിജനെ പുറന്തള്ളുന്ന പ്രവർത്തനങ്ങൾ, അതിന്റെ വിത്ത് മുളപ്പിക്കൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഒരു സസ്യത്തിൽ നടക്കുമ്പോഴാണ് കായ്കനികൾ നമുക്ക് ലഭിക്കുന്നത്, നമുക്ക് ഭക്ഷ്യയോഗ്യമാകുന്നത്. ഈ പ്രവർത്തനത്തിന് സൂര്യതാപം അത്യാവശ്യമാണ്. ആ പടച്ച റബ്ബിന്റെ അനുഗ്രഹമായിട്ട് ആ സൂര്യൻ അല്ലാഹു നിലനിർത്തിയിട്ടുള്ളത്.